ഹായ് ഗായ്സ്, ഇന്നെന്താണെന്നറിയില്ലടോ, ഭയങ്കര മധുരം കഴിക്കാൻ കൊതിയാവുക. മധുരം കഴിക്കാനുള്ള കൊതിയും കൊണ്ട് മുറ്റത്ത് പോയപ്പോൾ നിറയെ ഓർക്കാപ്പുളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. നിങ്ങളുടെ നാട്ടിലിതിന് വേറെ വല്ല പേരുമായിരിക്കും. ഞങ്ങൾ മലപ്പുറക്കാർക്ക് ഇതിനെ ഓർക്കാപ്പുളി എന്നാണ് പറയാം കേട്ടോ. ഈ ഓർക്കാപ്പുളി എന്നുള്ള പേര് വന്ന എന്താണെന്നറിയില്ല. ചിലപ്പോൾ ഇതൊരു കടി കടിച്ചാൽ തന്നെ നമുക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. പുളിയുടെ അതിപ്രസരമല്ലേ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു പേര് വന്നത്. എന്തായാലും ഞാനിതുകൊണ്ട് ഇന്നൊരു പുളിങ്കറി ഉണ്ടാക്കാമെന്നാണ് പ്ലാന്. പുളിങ്കറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പുളിയിഞ്ചിക്കാണ്, പുളിയിഞ്ചിക്കറിക്കാണ് പുളിങ്കറി എന്ന് പറയാം. ഇടയ്ക്ക് ഞാൻ വിചാരിക്കായിരുന്നു ഈ തൂങ്ങി കിടക്കുന്നതൊക്കെ ചിക്കൻ ഫ്രൈ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. കാഴ്ചയിലും ടേസ്റ്റിലും അത്യാവശ്യം മുരടനായ നമ്മൾ ഈ ഓർക്കാപ്പുളിനെ ഒന്ന് സൗമ്യനാക്കണം നമ്മൾ ആദ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ശർക്കരപ്പാനിയിലാണ് നമ്മളിതിനെ വേവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് ഇതിലേക്ക് മധുരം പിടിക്കുകയുള്ളൂ. മധുരിക്കലാണല്ലോ നമ്മളെ മെയിൻ. തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കണം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുള്ളത് കൊണ്ട് നമ്മളിത് സിമ്മിലും കിടക്കണം. പിന്നെ പുളി അത്യാവശ്യം ഇപ്പോഴും ഹാർഡായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തവി വെച്ച് നമ്മൾ നന്നായിട്ട് അതിനെ ഉടയ്ക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ അത് നമ്മൾ ഗ്രേവി ഒരു തിക്കിലായിട്ട് വരുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് പറയില്ല, പൊതുവേ ഈ റെസിപ്പി അത്യാവശ്യം ടേസ്റ്റിയാണ്. കാരണം ഈ മധുരവും പുളിയും തമ്മിൽ അത്യാവശ്യം കോൺട്രാഡിക്ടറി ആണെങ്കിലും അത് വല്ലാത്തൊരു സംഗമമാണ്. ആ സംഗമം വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോഷൂട്ടും ഇതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റി ടർണിഷ് ആൻഡ് ട്രഡീഷണൽ ആഭരണങ്ങൾ മിസ ജോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവൈലബിൾ ആണ്. വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഫിനിഷിങ്ങിന് വേണ്ടി നമുക്ക് വറവിടണം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിടുക. പിന്നെ കുറച്ച് കൂടുതൽ ഇഞ്ചി, എൻ്റെ കയ്യിൽ ഇത്രയും അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. കൂടുതൽ ഇഞ്ചിയും കുറച്ച് പച്ചമുളകും നന്നായിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. നന്നായിട്ട് മൊരിയണം. നമ്മൾ സാധാരണ പുളിയിഞ്ചി കറിക്ക് ഉണ്ടാക്കുന്ന സെയിം പരുവം തന്നെയാണ്. നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് വറവിട്ടെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കൂടി ചെയ്താലാണ് ഇത് ഫിനിഷിങ് ആവുള്ളൂ. ഇപ്പോൾ നമ്മളുടെ റെസിപ്പി കംപ്ലീറ്റഡ് ആണ്. വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മെറ്റിൻ്റെ ചോറ